ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിഷാസ് ഫ്ലേവേഴ്സ്. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഏലാഞ്ചിയാണ്. ഇത് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ്. നമുക്ക് പണ്ട് ചായക്കടകളിലൊക്കെ എപ്പോഴും കിട്ടുന്ന ഒരു പലഹാരമാണിത്. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ അതിൻ്റെ ഫില്ലിംഗ് ആണ് ഉണ്ടാക്കുന്നത്. സ്റ്റവ് കത്തിച്ച ശേഷം ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആദ്യം നമ്മൾ കാഷ്യൂനട്ടും കിസ്മിസും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കാഷ്യൂനട്ട് റൈസൻസ് റോസ്റ്റ് ആയതിനു ശേഷം നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 1/2 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് വേണം തേങ്ങ എടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ആയാൽ മതി, ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇവിടെ ഏലാഞ്ചിയിലേക്കുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ബാറ്റർ തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാർ എടുത്തതിന് ശേഷം അതിലേക്ക് 1.5 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1.5 കപ്പ് മൈദ കൊണ്ട് നമുക്ക് ഏകദേശം ഒരു 10 ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് അധികം കട്ടിയില്ലാതെ നേർമയിലാണ് ഉണ്ടാക്കുന്നത്. അതിനുശേഷം അതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു കളറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്ത ബാറ്റർ ഞാൻ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ബാറ്ററിന് വേണ്ടത്. അധികം ലൂസ് ആവാനും പാടില്ല, അധികം തിക്കാവാനും പാടില്ല. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. പാൻ ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് ബാറ്റർ ഒഴിച്ചതിന് ശേഷം ദോശ ചുട്ടാം. അധികം കട്ടിയില്ലാതെ നേർമയിൽ വേണം ദോശ ഉണ്ടാക്കാൻ. ഒരു സൈഡ് ആയതിനു ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഓവറായിട്ട് കുക്കാവേണ്ട ആവശ്യമില്ല. 2 സൈഡ് ഏകദേശം ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് എടുത്തു മാറ്റാം. ഇതേ രീതിയിൽ തന്നെ ബാക്കിയുള്ളത് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ദോശയെല്ലാം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഏലാഞ്ചി ഉണ്ടാക്കാം. അതിനു വേണ്ടിയിട്ട് തയ്യാറാക്കി വെച്ച ദോശയിൽ നിന്ന് ഒരു ദോശ എടുത്ത് പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് എപ്പോഴും അറ്റത്ത്, അതായത് ദോശയുടെ ഒരു സൈഡിലേക്ക് വേണം വെച്ച് കൊടുക്കാൻ. നമ്മളിത് റോൾ ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഒന്ന് റോൾ ചെയ്തതിന് ശേഷം അതിൻ്റെ 2 സൈഡും ഒന്ന് മടക്കിയതിന് ശേഷം വീണ്ടും റോൾ ചെയ്തെടുക്കാം. അങ്ങനെ ചെയ്യുന്നത് നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റെ ഫില്ലിംഗ് ഒന്നും പുറത്തേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2 സൈഡും മടക്കിയതിന് ശേഷം റോൾ ചെയ്തെടുക്കുന്നത്. അവസാനം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. മൈദ ആയതുകൊണ്ട് തന്നെ അതവിടെ ഒട്ടിപ്പിടിച്ച് നിന്നോളും. ഇതേപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.